Labs MHL Pathcare, Eriyat Kara Asmabi College. Give a call to Metropolis Laboratory Sample Collection Service number, Lab at Home. മതിലകം കുടുംബശ്രീ മാതൃക CDSന്റെ 27ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനകരമായിട്ടുള്ള കേരളത്തിന്റെ ഒരു മാതൃകയാണ് കുടുംബശ്രീ. കുടുംബശ്രീയോട് തുലനം ചെയ്യാൻ ഒപ്പമെത്താൻ മഹിളകളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം ഇന്ത്യയിലോ ഏഷ്യയിലോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. 27 വർഷം മുമ്പ് വളരെ കാന്തദർശി എന്ന് പറയാവുന്ന അടുത്ത ഭാവി കേരളത്തിന് എന്തായിരിക്കണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഉള്ളിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകണമെന്ന് നന്നായി ആലോചിച്ചുറപ്പിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് കുടുംബശ്രീ. അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ നായനാർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, എപ്പോഴും വളരെ ജനകീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ഒരാളായി. മാത്രമല്ല അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോഴും പല പത്രത്താളുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ പാലുളി മുഹമ്മദ് ഉണ്ട്. അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അക്കാലത്ത് നമ്മുടെ പൊതുവായ ചർച്ച രൂപപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലാണ് എന്ന പൊതു നിഗമനമാണ്. സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികാസ പ്രക്രിയയിൽ നന്നായി പരിഗണിക്കേണ്ട ആളുകൾ ആരാ? സ്ത്രീയാണെന്നുള്ളത്. മാത്രമല്ല ശരിയാണോ കണക്കിൽ നിന്ന് പൂർണ്ണമായിരിക്കും അറിഞ്ഞുകൂടാ. അന്ന് തെറ്റായോ അല്ലെങ്കിലോ പറഞ്ഞതൊരു കാര്യം, 5 സ്ത്രീകൾ എടുത്താൽ ഒരു ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തമാശക്കെങ്കിലും പറയും, ഞങ്ങൾക്ക് ഒരു പുരുഷന് 5 സ്ത്രീയെ കെട്ടാന്ന് പറയും. പറഞ്ഞത് ചിലപ്പോൾ തമാശക്കായിരിക്കും, അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ കെട്ടാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട അല്ലേ? അപ്പൊ ഈ 5 ചിലപ്പോൾ ആരെക്കെട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും രാജു വരുമ്പോ. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. ദീപ നിഷാന്ത്, ഡോക്ടർ യു സലിൻ എന്നിവർ മുഖ്യാതിഥികളായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമ്മാനദാനം നിർവഹിച്ചു. മതിലകം CDS ചെയർപേഴ്സൺ CB രാജേഷ്, വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു.